എടാ, നമ്മൾ യൂട്യൂബ് ചാനൽ ഇപ്പൊ തുടങ്ങിയതിനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? നിന്റെ അഭിപ്രായം പറയും. 10 വർഷമായിട്ട് ഈ ഫീൽഡിൽ കിടന്ന് കളിക്കുന്നു, എന്നിട്ട് ഇപ്പഴാണ് ഫീൽഡ് തുറക്കുന്നത്. അല്ലേ, വീട് തുറക്കണ മാറിപ്പോയില്ല. ഇതല്ലേ വന്ന് നമ്മള് അതൊക്കെ ഓരോ നിമിത്തമല്ലടാ. തുടങ്ങണം, നമുക്ക് തുടങ്ങി. ഇത് കഴിഞ്ഞോട്ടെ, ഇത് ക്യാമറ കട്ട് ചെയ്ത് ഇതിന്റെ മറുപടി നിനക്ക് പറഞ്ഞു. അല്ല മലയാളി ഞാൻ പറഞ്ഞു, മലയാളിക്ക് മനസ്സിലായി ഇപ്പൊ മലയാളി. എടേ, എന്തായാലും കുറെ നാളെ നമ്മൾ ആഗ്രഹിച്ചത് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ എല്ലാരും കൂടെ കാണണം. ബാക്കി എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല, നമ്മളെ ചെറിയ ചെറിയ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മളെ പരിപാടിയൊക്കെ ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് തന്നെ അത് ഒരു ഇതാവും, നിങ്ങളെ ഒരു ആവശ്യം വരും. നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും. ഫാമിലി ആവുമ്പോൾ ഒരു വെഡിങ് കാണും. നമ്മുടെ ഇൻസ്റ്റ പേജ് വിസ്മയ ഇവന്റ്സിന്റെ ഇൻസ്റ്റ പേജ് വിസ്മയ ഇവന്റ്സ് എന്നുള്ള പേജ് നോക്കിയാൽ മതി. നമ്മൾ ട്രിവാൻഡ്രമാണ് ബേസ്ഡ് കേട്ടോ. നമ്മൾ ട്രിവാൻഡ്രത്തുള്ളവരാണ്. പക്ഷെ ഞങ്ങൾ ട്രിവാൻഡ്രം മാത്രമല്ല നമ്മുടെ കളി എല്ലായിടത്തും പോയി. കാസർഗോഡ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹലോ, അപ്പം നമ്മളിപ്പം കോട്ടയം കുമരകത്ത് റൂട്ടിലാണ്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി നിന്ന് ഒന്ന് വണ്ടി ഒതുക്കി ഒന്ന് കൊച്ചിറത്ത് ഒന്ന് റെസ്റ്റ് ചെയ്ത്. വേറെ അടിപൊളി സ്ഥലം, അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് അങ്ങനെ നമ്മളെ കൊച്ചിയിൽ അമ്പ ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കണം. ഇതാണ് നമ്മളെ മൂത്താശ്ശേരി മിസ്റ്റർ ജോസ്. കൈ പോക്കൂ. ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ നമ്മൾ ഡെക്കോർ എല്ലാം കഴിഞ്ഞു. നമ്മൾ എല്ലാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുക. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം ഒന്ന് കാണാം. ഇതാണ് നമ്മുടെ ടീമിൽ അബുരാഖ് മാനേജർ എന്നാണ് പറയണത്. ഇത് നമ്മുടെ ടീമിൽ വേറൊരാളാണ്, ഷിൻല. അപ്പോൾ നമ്മളെ എൻട്രൻസ് ആർച്ചും കാര്യങ്ങളെല്ലാം സെറ്റാണ്. അതുകൊണ്ടല്ലേ ഇതാണ് വെൽക്കം ബോർഡ്. വെൽക്കം ബോർഡ് നമ്മളൊരു മിററിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതാണ് എൻട്രൻസ് ആർച്ച്. എൻട്രൻസ് ഗണപതി ഡെക്കോറാണ്. ഒരു സിമ്പിളായിട്ട് മതി എന്ന് പറഞ്ഞു. നമ്മളൊരാളെ സിമ്പിളായിട്ടൊരു ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റേജ് ഡെക്കോർ വാക്ക് വേയിൽ നമ്മുടെ ഒരു കാർപ്പറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കിയോ, വേണ്ട ഡെക്കോർ അവർ പറഞ്ഞേക്കുന്ന ഒരു ഗോൾഡൻ ഒരു തീമിനുള്ള സ്റ്റേജാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ഗോൾഡൻ ബാഹുബലി. ഞാൻ ഇന്നലെ അങ്ങോട്ട് സംസാരിച്ചില്ലേ, ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് സ്റ്റേജ്, ഒരു മണ്ഡപമാണ്. ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഇൻസ്റ്റയിലാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ജസ്റ്റ് റീൽ പോലെ ആദ്യം ഓടിച്ചു വിട്ടു. പിന്നെ എനിക്ക് അവരുടെ ഓരോന്നും വരാൻ തുടങ്ങി. ഇങ്ങനെ ഞാനൊരു പേജ് ചെക്ക് ചെയ്തപ്പോഴാണ് ഒരു രക്ഷയില്ല. എന്താ പറയുക, അവരുടെ സ്റ്റേജ് ഡെക്കർ ആണെങ്കിലും എൻട്രി ആണെങ്കിലും വെൽക്കം ആണെങ്കിലും അവരുടെ കോർഡിനേഷൻ ആണെങ്കിലും പക്കയാണ്, പെർഫെക്റ്റ് ആണ്. അത് മാത്രമല്ല മെയിനായിട്ട് എനിക്ക് ആകെ 15 days ലീവ് കൊടുക്കും. ആ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ ഇവരെ വിളിക്കുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം. ഇന്നാണ് ഞങ്ങൾ ഫസ്റ്റ് മീറ്റ് ചെയ്തത്. എൻ്റെ ഫസ്റ്റ് എൻട്രിയിൽ ഞാൻ ഈ സ്റ്റേജിലേക്ക് വരുമ്പോൾ ഞാനാകെ ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതലാണ് ഇവർ എനിക്ക് വേണ്ടി ഇതാക്കിയിരുന്നത്. ഇവരുടെ കോർഡിനേഷൻ അത് നിങ്ങളത് മനസ്സിലാക്കണം. അത് എനിക്ക് പറയാൻ എനിക്ക് അത്രത്തോളം ഉണ്ട്. അടിപൊളിയാണ്, ഒന്നുമില്ല, പെർഫെക്റ്റ്. താങ്ക് യു.